നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ജനുവരി 8 വ്യാഴാഴ്ചയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും 100 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഇരുവർക്കും സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യ പങ്കുണ്ടെന്ന SITയുടെ കണ്ടെത്തൽ ജാമ്യ ഹർജി എതിർത്ത് SIT സത്യവാങ്മൂലം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി CPI നേതൃയോഗങ്ങൾ ഇന്നും നാളെയുമായി തിരുവനന്തപുരത്ത് നടക്കും. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും നാളെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗങ്ങളും ചേരും. CPI മത്സരിക്കുന്ന 25 സീറ്റുകളിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ പ്രാഥമിക ചർച്ചകൾ നടക്കും. വിജയസാധ്യതയുള്ള സീറ്റുകളിൽ ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകാനും തീരുമാനിച്ചേക്കും. തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീംകോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. ഇന്നലെ വിഷയം പരിഗണിച്ച സുപ്രീംകോടതി കടിക്കാതിരിക്കാൻ നായകൾക്ക് കൌൺസിലിംഗ് നൽകുക മാത്രമാണ് ഇനി അവശേഷിക്കുന്നതെന്ന് മൃഗസ്നേഹികളോട് പരിഹാസരൂപേണ പറഞ്ഞിരുന്നു. തെരുവു നായകൾ ഉണ്ടാക്കുന്ന അപകടങ്ങളിൽ ആശങ്കയും കോടതി അറിയിച്ചു. ഇന്നും കേസിൽ വാദം കേൾക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ ഇന്ന് സുപ്രീംകോടതി വാദം കേൾക്കും. SIRലെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുക. ഹർജികളെ എതിർത്തുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം ഇന്നും തുടരും. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജികളും മറ്റ് സംസ്ഥാനങ്ങളിലെ SIRമായി ബന്ധപ്പെട്ട ഹർജികളും കോടതിയുടെ പരിഗണനയിൽ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ചുള്ള നിർണായക ചർച്ചകൾ ഇന്ന് നടക്കും. കഴിഞ്ഞ ഘട്ടങ്ങളിൽ നടന്ന ചർച്ചകളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ചർച്ചകൾക്കായി ഇന്ന് ബ്രസൽസിലെത്തും. ആറന്മുളയിൽ വീണ ജോർജും കോന്നിയിൽ KU ജനീഷ് കുമാറും വീണ്ടും മത്സരിക്കുമെന്ന പ്രഖ്യാപനത്തിൽ CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഇന്ന് സംസ്ഥാന നേതൃത്വത്തിന് വിശദീകരണം നൽകും. വിശദീകരണം തേടിയത് സ്ഥാനാർത്ഥി വിഷയം പാർട്ടി ചർച്ച ചെയ്യും മുമ്പ് നടത്തിയ പരസ്യ പ്രഖ്യാപനത്തിൽ. ശബരിമലയിൽ തീർത്ഥാടക തിരക്കിന് നേരിയ കുറവ്. ഇന്നലെ ദർശനം നടത്തിയത് 93,333 അയ്യപ്പ ഭക്തർ. നിലയ്ക്കലിലും പമ്പയിൽ നിന്നും നിയന്ത്രണങ്ങളോടെയാണ് ഭക്തരെ മല ചവിട്ടാൻ അനുവദിക്കുന്നത്. മകരവിളക്ക് ഈ മാസം 14. ക്രിസ്മസ് പുതുവത്സര സ്നേഹ സംഗമം ഒരുക്കി മലങ്കര ഓർത്തഡോക്സ് സഭ. മൈത്രി 2026 എന്ന പേരിൽ നടത്തിയ സ്നേഹസംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, തിരുവനന്തപുരം മേയർ VV രാജേഷ്, മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ അധ്യക്ഷനായി. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ മൂവാറ്റുപുഴ റോട്ടറി റോഡ് ഉദ്ഘാടനം വെവ്വേറെ നടത്തി UDFും LDFും. LDF പ്രവർത്തകർ ഗതാഗതത്തിനായി റോഡ് തുറന്നു നൽകിയതിനു പിന്നാലെ മാത്യു കുഴൽനാടൻ MLAയുടെ നേതൃത്വത്തിൽ വീണ്ടും ഉദ്ഘാടനം ചെയ്തു. ദീർഘദൂരം യാത്ര ചെയ്തു വരുന്ന KSRTC ജീവനക്കാർക്ക് ഇനി AC മുറിയിൽ വിശ്രമിക്കാം. ജീവനക്കാർക്കുള്ള AC വിശ്രമമുറി തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന ഡിപ്പോകളിൽ ഡിജിറ്റൽ ക്ലോക്ക് റൂമിനും തുടക്കമായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷീന നീതി തേടി വീണ്ടും സമരത്തിന്. ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഈ മാസം 28-ന് സത്യാഗ്രഹ സമരം നടത്തും. സർക്കാരിന്റെ തുടർച്ചയായ വഞ്ചനയ്ക്കെതിരെയാണ് സമരമെന്ന് ഹർഷീന. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകളാണ്. തിരുവനന്തപുരം പാലോട് മരക്കൊമ്പ് വീണ് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് ഇടിഞ്ഞാർ സ്വദേശി ഷൈജു. അപകടം ഇന്നലെ രാത്രി 10:30 ബ്രൈമൂർ പാലോട് റോഡിൽ. വയനാട് മാനന്തവാടി ചിറക്കരയിൽ കടുവയിറങ്ങി. പാരിസൺ എസ്റ്റേറ്റിന് സമീപമുള്ള എണ്ണപ്പനത്തോട്ടത്തിനടുത്താണ് കടുവയെ കണ്ടത്. കഴിഞ്ഞ ദിവസവും ഈ മേഖലയിൽ കടുവയെ കണ്ടതായി നാട്ടുകാർ. തൃശൂർ മാടക്കത്തറ സബ്സ്റ്റേഷനിൽ പൊട്ടിത്തെറിയുണ്ടായതിനെ തുടർന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ ഇരുട്ടിലായി. തൃശൂർ, ഒല്ലൂർ, ചാലക്കുടി, കുന്നംകുളം മേഖലകളാണ് ഇരുട്ടിലായത്. ചാലക്കുടിയിൽ വൈദ്യുതി ബന്ധം താൽക്കാലികമായി പുനഃസ്ഥാപിച്ചു. സംഭവത്തിൽ റിപ്പോർട്ട് തേടി KSEB. കാസർഗോഡ് ചോയങ്കോട് കാർ സ്കൂട്ടറിലിടിച്ച് സ്കൂൾ യാത്രികന് ദാരുണാന്ത്യം. ചോയങ്കോട് സ്വദേശി KV രാജനാണ് മരിച്ചത്. തിരുവനന്തപുരം തുമ്പ സെയിന്റ് സേവിയേഴ്സ് കോളേജിലെ അധ്യാപകനെതിരെ ഗുരുതര പരാതിയുമായി വിദ്യാർത്ഥിനികൾ. ആർത്തവത്തെ അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി 14 വിദ്യാർത്ഥിനികളാണ് കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകിയത്. ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ HOD രമേശിനെതിരെയാണ് പരാതി.
തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിറ്റ് പിരിച്ചുവിട്ടു. SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിന്റേതാണ് തീരുമാനം. നിരന്തരമുള്ള സംഘർഷങ്ങളിലും സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളിലും പരാതി ഉയർന്നതോടെയാണ് തീരുമാനം. കോഴിക്കോട് പേരാമ്പ്ര പാലേരിയിൽ പടക്ക നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറി, അപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ പൈവെള്ളികെ, പുൽപ്പള്ളി, പെരിയ പഞ്ചായത്തുകളിൽ കോൺഗ്രസ് BJP സഹകരണം. പൈവെള്ളികെ പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ UDF അംഗങ്ങൾ BJPക്ക് വോട്ട് ചെയ്തു. കാസർഗോഡ്, പുല്ലൂർ, പെരിയ പഞ്ചായത്തിൽ മുഴുവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും BJP വോട്ട് UDFന് ലഭിച്ചു. റോഡ് സുരക്ഷാ മാസാചരണത്തോടനുബന്ധിച്ച് പത്തനംതിട്ട RTOയുടെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന. RTO ശ്യാമിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ 421 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പ്രകൃതി ഭംഗി കൊണ്ട് കണ്ണൂർ മട്ടന്നൂർ പഞ്ചായത്തിലെ നായിക്കാലി തുരുത്തിനെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടൂറിസം കേന്ദ്രമാക്കാനുള്ള പദ്ധതി തറക്കല്ലിടലിൽ ഒതുങ്ങി. 20 കോടി രൂപ ചെലവഴിച്ച് വയനാട് കുറുവാ ദ്വീപിന് സമാനമായ പദ്ധതി ഇവിടെയും അവതരിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. കോന്നിയിലെ അച്ചൻകോവിലാറ്റിലെ ചിറ്റൂർക്കടവ് പാലം നിർമ്മാണം വീണ്ടും തുടങ്ങി. തൂണുകളിൽ മാത്രം ഒതുങ്ങിയ പാലത്തിന്റെ പണി ഫെബ്രുവരി 2ാം വാരം ആരംഭിക്കുമെന്ന് അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ MLA. പരിസ്ഥിതി ആഘാത പഠന സംഘം കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. പ്രേം നസീർ സിനിമ പ്രീമിയർ ലീഗ് ഈ മാസം 10 മുതൽ 15 വരെ കൊച്ചി രാജഗിരി കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. 16 പ്രമുഖ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. പ്രവേശനം സൗജന്യം. കാക്കനാട് രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് അപ്ലൈഡ് സയൻസസിൽ അന്തർദേശീയ മാനേജ്മെന്റ് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റ് ഇൻസെപ്ട്ര 2K26 വെള്ളിയാഴ്ച നടക്കും. ഫെസ്റ്റിന്റെ 11ാം പതിപ്പായ ഈ വർഷം വിവിധ ഇനങ്ങളിലായി 2.5 ലക്ഷത്തോളം രൂപ സമ്മാനം നൽകും. 15 മത്സരങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ അധ്യാപക യോഗ്യതാ പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ അധ്യാപക പരിഷത്ത് ജനറൽ സെക്രട്ടറി T. അനൂപ് കുമാർ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് നിവേദനം നൽകി. സുപ്രീംകോടതി വിധിയിലൂടെ സംജാതമായ പ്രതിസന്ധിക്ക് കാരണം UDF, LDF സർക്കാരുകൾ നടത്തിയ നിയമവിരുദ്ധമായ ഇടപെടലുകളാണെന്ന് നിവേദനത്തിൽ പറയുന്നു. പ്രധാന അറിയിപ്പുകൾ. ആലപ്പുഴ ചേർത്തല ജൈക്ക ശുദ്ധജല വിതരണ പദ്ധതിയുടെ മെയിൻ പൈപ്പിലെ ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ഇന്നും നാളെയും കുടിവെള്ളം മുടങ്ങും. ചേർത്തല മുനിസിപ്പാലിറ്റിയും പള്ളിപ്പുറം, തണ്ണീർമുക്കം, മുഹമ്മ, കഞ്ഞിക്കുഴി, ചേർത്തല തെക്ക്, മാരാരിക്കുളം വടക്ക് എന്നീ പഞ്ചായത്തുകളിലുമാണ് ജലവിതരണം മുടങ്ങുക. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ MBA പ്രോഗ്രാമിലേക്ക് പ്രിൻസിപ്പൽ, പ്രൊഫസർ ഒഴിവിലേക്ക് AICTE മാനദണ്ഡ പ്രകാരം യോഗ്യതയുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ജനുവരി 9 വരെ സ്വീകരിക്കും. തിരുവനന്തപുരം കേശവദാസപുരം തൈക്കാട് റോഡിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നെഫ്രോളജി, കാർഡിയോളജി, ജനറൽ മെഡിസിൻ, OBG വിഭാഗങ്ങളിൽ ജൂനിയർ റെസിഡന്റുമാരെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. താൽപര്യമുള്ളവർ ഒറിജിനൽ രേഖകൾ സഹിതം ഈ മാസം 20 രാവിലെ 11 മുമ്പായി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ ഹാജരാകണം. എറണാകുളം വൈപ്പിൻ മണ്ഡലംതല മെഡിക്കൽ ക്യാമ്പ് ഈ മാസം 18 എടവനക്കാട് HIHSൽ നടക്കും. ഇതിനു മുന്നോടിയായുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗം ഇന്ന് വൈകിട്ട് 4 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. കേരള ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഒഴിവുള്ള വിവിധ തസ്തികകളിൽ അപേക്ഷ ക്ഷണിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സബ് എഞ്ചിനീയർ, സയന്റിഫിക് ഓഫീസർ, ഇലക്ട്രോണിക് മെക്കാനിക്, സബ്സ്റ്റേഷൻ അസിസ്റ്റന്റ്, ജനറൽ ഇലക്ട്രീഷ്യൻ, LD ക്ലർക്ക്, റിസപ്ഷനിസ്റ്റ്, ടിക്കറ്റ് കൗണ്ടർ അസിസ്റ്റന്റ്, തിയേറ്റർ അസിസ്റ്റന്റ് തസ്തികകളിലേക്കാണ് ഒഴിവ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 20. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ലാബ്, ഫിസിയോതെറാപ്പി എന്നിവ പുതിയതായി നിർമ്മിച്ച MLA കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനാൽ ഈ മാസം 9 മുതൽ 13 വരെ ഇതുവഴിയുള്ള സേവനങ്ങൾ തടസ്സപ്പെടും. ദേശീയ വാർത്തകൾ. അനുവാദമില്ലാതെ സ്ത്രീകളുടെ മുഖം ജനറേറ്റ് ചെയ്യുന്നതിൽ എക്സിന്റെ ഉടമസ്ഥതയിലുള്ള Grok AI നൽകിയ വിശദീകരണത്തിൽ തൃപ്തിയില്ലാതെ കേന്ദ്ര സർക്കാർ. അത്തരത്തിൽ ഇമേജുകൾ നിർമ്മിക്കുന്ന അക്കൗണ്ടുകൾ സ്ഥിരമായി നീക്കം ചെയ്യാമെന്നായിരുന്നു എക്സിന്റെ വിശദീകരണം. കത്വയിൽ ഭീകരർ ഒളിഞ്ഞിരിക്കുന്നതായുള്ള വിവരത്തെ തുടർന്ന് വ്യാപക തെരച്ചിലുമായി സൈന്യം. ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദികളും സൈന്യവും തമ്മിൽ സംഘർഷം തുടരുന്നു.
തമിഴ്നാട്ടിൽ പ്രഖ്യാപിച്ച പുതിയ പെൻഷൻ പദ്ധതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തമിഴ്നാട് അഷ്വേർഡ് പെൻഷൻ സ്കീമിന് അംഗീകാരം നൽകിയത്. മഹാരാഷ്ട്രയിൽ എംഎൽഎ മഹേഷ് ലാൻഗെയ്ക്കെതിരെ അഴിമതി ആരോപണവുമായി ഉപമുഖ്യമന്ത്രി അജിത് പവാർ. അജിത് പവാർ സ്വയം വിശകലനം ചെയ്യണമെന്ന എംഎൽഎയുടെ മറുപടി. കർണാടകയിൽ ഏറ്റവും അധികം കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി എന്ന റെക്കോർഡിന് അർഹനായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. 2792 ദിവസങ്ങൾ സിദ്ധരാമയ്യ കർണാടകയുടെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. 49ാമത് ചെന്നൈ പുസ്തകമേളയ്ക്ക് ഇന്ന് തുടക്കമാകും. നന്ദനം YMCA മൈതാനിയിൽ നടക്കുന്ന ബുക്ക് ഫെയർ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 21 വരെയാണ് മേള. SIRന്റെ ഭാഗമായി നൊബേൽ സമ്മാന ജേതാവ് അമർത്യ സെന്നിന് ഹിയറിംഗ് നോട്ടീസ് നൽകി. ഈ മാസം 16-ന് ഹിയറിംഗിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. പട്ടാളിമക്കൾ കക്ഷി അൻപുമണി രാംദോസ് വിഭാഗം അണ്ണാ-DMK സഖ്യത്തിൽ തുടരും. AIDMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു പ്രഖ്യാപനം. DMKയെയും അണ്ണാ-DMKയെയും വിമർശിച്ച് നാം തമിഴർ കക്ഷി അധ്യക്ഷൻ സീമാൻ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് ഇരു പാർട്ടികളും അഴിമതി കഥകളുമായി വരുന്നതെന്ന് സീമാൻ വിമർശിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ ഹർജീത് സിംഗിനെതിരെ അന്വേഷണവുമായി ED. എക്സൈസ് നിയമപ്രകാരം ഹർജീത് സിംഗിനെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ 14 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി പോലീസുകാരനും സുഹൃത്തും ബോധരഹിതയായ പെൺകുട്ടിയെ റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇരട്ടത്താപ്പെന്ന വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രദേശത്തുള്ള സംഘർഷം കാണാത്തതെന്നായിരുന്നു ജയശങ്കറിന്റെ മറുപടി. ലക്സംബർഗിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു S. ജയശങ്കർ. ദുബായ്, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത് സംഘം പിടിയിൽ. സംഘത്തിൽ നിന്ന് 40 കോടി രൂപയുടെ സ്വർണവും 2.9 കോടി രൂപയും പിടികൂടി. ഡൽഹി, അഗർത്തല എന്നിവിടങ്ങളിലാണ് DRI പരിശോധന നടത്തിയത്. ചെന്നൈ നഗരത്തിൽ വേലച്ചേരി മുതൽ സെയിന്റ് തോമസ് മൗണ്ട് വരെയുള്ള അർബൻ റെയിൽ നെറ്റ്വർക്ക് നിർമ്മാണം പൂർത്തിയായി. കമ്മീഷണർ ഓഫ് റെയിൽവേ സേഫ്റ്റിയുടെ നേതൃത്വത്തിൽ ട്രയൽ റൺ പൂർത്തിയാക്കി. സർവീസ് ഉടൻ ആരംഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിരീക്ഷകരെ നിയോഗിച്ച കോൺഗ്രസ്. സച്ചിൻ പൈലറ്റ്, KJ ജോർജ്, ഇമ്രാൻ പ്രതാപ് ഗഡി, കന്നയ്യകുമാർ എന്നിവർ കേരളത്തിന്റെ നിരീക്ഷകരാകും. തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ മധുര ജല്ലിക്കെട്ടിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഇന്ന് വൈകിട്ട് 5 മണി വരെയാണ് രജിസ്ട്രേഷന്റെ സമയം. അവണിയാപുരം, പാലമേട്, അളങ്കനല്ലൂർ എന്നിവിടങ്ങളിലെ മത്സരങ്ങൾക്കുള്ള രജിസ്ട്രേഷനാണ് ആരംഭിച്ചത്. രാജ്യാന്തര വാർത്തകൾ. പാകിസ്ഥാനിലേക്കുള്ള വിമാന സർവീസ് പുനരാരംഭിക്കാൻ ബംഗ്ലാദേശ് എയർലൈൻസ് കറാച്ചിയിലേക്കും തിരിച്ചും വിമാന സർവീസുകൾ പുനരാരംഭിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണ പ്രകാരം പാകിസ്ഥാൻ ബംഗ്ലാദേശിന് JF-17 വിമാനങ്ങൾ നൽകാൻ തീരുമാനിച്ചിരുന്നു. ആർട്ടിക് ദ്വീപ് പ്രദേശമായ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തിൽ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ ഡെൻമാർക്ക് സന്ദർശിക്കാനൊരുങ്ങി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഡെൻമാർക്കിന്റെ നേതൃത്വത്തിലാണ് ജർമ്മനിയും സ്പെയിനും പോളണ്ടും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ റഷ്യൻ പതാകയുള്ള എണ്ണ ടാങ്കർ പിടിച്ചെടുത്ത അമേരിക്കൻ സൈന്യം. 2 ആഴ്ചയിലേറെ പിന്തുടർന്നാണ് മറീനേര എന്ന എണ്ണ ടാങ്കർ അമേരിക്ക പിടിച്ചെടുത്തത്. വെനസ്വേലയുമായി ബന്ധമുള്ള എണ്ണ ടാങ്കർ പിടിച്ചെടുത്തതായി അമേരിക്കൻ സൈന്യം എക്സിലൂടെ സ്ഥിരീകരിച്ചു. റഷ്യൻ പതാക സ്ഥാപിച്ച എണ്ണക്കപ്പൽ പിടിച്ചെടുത്ത അമേരിക്കൻ നീക്കത്തെ അപലപിച്ച് റഷ്യ. മറ്റൊരു രാജ്യത്തെ നിയമപരമായി രജിസ്റ്റർ ചെയ്ത കപ്പലിനെ പിടിച്ചെടുക്കാൻ അമേരിക്കയ്ക്ക് അധികാരമില്ലെന്നാണ് റഷ്യയുടെ പ്രതികരണം. വെനസ്വേലയ്ക്കെതിരെയുള്ള എണ്ണ ഉപരോധം ലോകത്തെല്ലായിടത്തും പ്രാബല്യത്തിലാണെന്ന് അമേരിക്കൻ സെക്രട്ടറി ഓഫ് വാർ പീറ്റർ ഹെഗ്സെറ്റ്. വെനസ്വേലൻ എണ്ണക്കപ്പലാണെന്ന് ആരോപിച്ച് റഷ്യൻ പതാക സ്ഥാപിച്ച കപ്പൽ അമേരിക്കൻ സൈന്യം പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് പ്രതികരണം. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയുടെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന സൈനിക ജനറലിനെ പിൻവലിച്ച് നിലവിലെ വെനസ്വേലൻ ഭരണകൂടം. പ്രസിഡൻഷ്യൽ ഓണർ ഗാർഡ് ജനറൽ ജാവിയർ മാർക്കനോയെയാണ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. വടക്കുകിഴക്കൻ സിറിയയിലെ പ്രധാന നഗരമായ അലപ്പോയിൽ സിറിയൻ സൈന്യവും സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സും തമ്മിലുള്ള സംഘർഷം വീണ്ടും ആരംഭിച്ചു. കുർദിഷ് മേഖലയായ അലപ്പോ അടച്ചിട്ട സൈനിക മേഖലയായി പ്രഖ്യാപിച്ചിരുന്നു. സൗദി അറേബ്യയിലെ മദീനയിലുണ്ടായ വാഹനാപകടത്തിൽ മരണം 5 പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു ഒരു കുട്ടി കൂടി മരിച്ചു. മലപ്പുറം മഞ്ചേരി വെള്ളില സ്വദേശി അബ്ദുൾ ജലീലിന്റെ മകൾ ഹാദിയ ഫാത്തിമയാണ് മരിച്ചത്. അപകടത്തിൽ മരിച്ച അബ്ദുൾ ജലീൽ ഉൾപ്പെടെ കുടുംബത്തിലെ 4 പേരുടെ മൃതദേഹങ്ങൾ മദീനയിൽ ഖബറടക്കി.
ദുബായിൽ പുതിയ 4 ബസ് റൂട്ടുകൾക്ക് കൂടി തുടക്കമാകുന്നു. നിലവിലുള്ള 70-ലധികം റൂട്ടുകളിൽ മാറ്റം വരുത്തും. യാത്രാ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് പുതിയ നീക്കം. UAE-യിൽ ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരുടെ എണ്ണം കൂടുന്നതായി കണ്ടെത്തൽ. 96% പേരും അളവിൽ കൂടുതൽ ഉപ്പ് ഉപയോഗിക്കുന്നതായി നാഷണൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ സർവേ. പുകവലിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും പൊണ്ണത്തടിയുള്ളവരുടെ എണ്ണം കൂടുതലാണ്. ഒമാനിൽ കോൺക്ലേവ് സംഘടിപ്പിക്കാനൊരുങ്ങി ബിസിനസ് നെറ്റ്വർക്കിംഗ് സംഘടനയായ BNI. ഫെബ്രുവരി 14-ന് ഖുറം ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടക്കുന്ന പരിപാടിയിൽ സ്പീഡ് നെറ്റ്വർക്കിംഗ്, മെഗാ ചാപ്റ്റർ മീറ്റിംഗുകൾ, ബിസിനസ് ഷോവേഴ്സ് എന്നിവ ഉൾപ്പെടെയുള്ള ആശയങ്ങൾ അവതരിപ്പിക്കും. ഓപ്പറേഷൻ സിന്ദൂർ തടയണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ അമേരിക്കയെ സമീപിച്ചെന്ന വെളിപ്പെടുത്തലുമായി രേഖകൾ. 50-ലേറെ തവണ അമേരിക്കയോട് സഹായം അഭ്യർത്ഥിച്ചതായി അമേരിക്കയുടെ ഫോറിൻ ഏജന്റ്സ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം സമർപ്പിച്ച രേഖകളിൽ പറയുന്നു. സഹായത്തിനു പകരമായി പാകിസ്ഥാൻ വിലയേറിയ സമ്മാനങ്ങൾ നൽകിയതായും രേഖകൾ വ്യക്തമാക്കുന്നു. ഇനി ബിസിനസ് വാർത്തകൾ. ടാറ്റ ഗ്രൂപ്പിന് ഇത് തിരിച്ചടികളുടെ വർഷം. വിപണി മൂല്യത്തിൽ 5 ലക്ഷം കോടി രൂപയുടെ ഇടിവ്. തിരിച്ചടികൾക്കിടയിലും ടാറ്റ ഗ്രൂപ്പിന് ആശ്വാസം നൽകിയത് മെറ്റൽ, ജ്വല്ലറി മേഖലകൾ. കേരളത്തിൽ നിന്ന് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വിദേശ പഠനത്തിന് പോയവരുടെ എണ്ണത്തിൽ കുറവ്. വിദേശ രാജ്യങ്ങളിൽ നിയന്ത്രണങ്ങൾ വർദ്ധിച്ചതാണ് പ്രധാന കാരണം. വിദേശ കോളേജുകളിലെ കോഴ്സുകൾ പലതും നിലവാരമില്ലാത്തതാണെന്ന വാർത്തകൾ പുറത്തുവന്നതും കാരണമായി. ഞായറാഴ്ചയാണെങ്കിലും ഫെബ്രുവരി 1-ന് തന്നെ ബജറ്റ് അവതരിപ്പിക്കാൻ തീരുമാനിച്ചു കേന്ദ്ര സർക്കാർ. തീരുമാനം ക്യാബിനറ്റ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം. പ്രസിഡന്റിനെ അമേരിക്കൻ സൈന്യം പിടികൂടി ജയിലിലാക്കിയതിനു പിന്നാലെ വെനസ്വേലയിൽ ഓഹരി വിപണിക്ക് വമ്പൻ മുന്നേറ്റം. കാരക്കസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ BBC ഇന്നലെ 17% മുന്നേറി. 367 പോയിന്റ് നേട്ടവുമായി സൂചിക 2598-ൽ വ്യാപാരം അവസാനിപ്പിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെയുള്ള ഏറ്റവും വലിയ നേട്ടമാണിത്. പ്രത്യേക മാനദണ്ഡം പാലിക്കുന്ന ബാങ്കുകൾക്ക് അറ്റാദായത്തിന്റെ 75% വരെ ലാഭവിഹിതം നൽകാൻ അനുവദിക്കും. നിലവിൽ 40% പരിധി നിശ്ചയിച്ചിരുന്നത്. ബാങ്കുകളുടെ കൈവശം കൂടുതൽ മൂലധനം ഉറപ്പാക്കി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക, സുസ്ഥിര വളർച്ച ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യം. 2026 സാമ്പത്തിക വർഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 7.4% വളരുമെന്ന പ്രവചനവുമായി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്. 7.3% വളർച്ച കൈവരിക്കുമെന്ന് കാണിച്ച് നേരത്തെ റിസർവ് ബാങ്ക് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. കായിക വാർത്തകൾ. വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റിൽ നോക്കൌട്ട് ഉറപ്പാക്കാൻ കേരളം ഇന്നിറങ്ങും. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ തമിഴ്നാടിനെ തോൽപ്പിച്ചാൽ കേരളത്തിന് നോക്കൌട്ട് കളിക്കാം. രാവിലെ 9-ന് അഹമ്മദാബാദിലാണ് മത്സരം. സൗദി പ്രോ ലീഗ് ഫുട്ബോളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ ഇന്നിറങ്ങും. രാത്രി 11-ന് നടക്കുന്ന മത്സരത്തിൽ എതിരാളികൾ ഖ്വാദ്സിയ. ന്യൂസിലാൻഡ് ഇന്ത്യ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ഞായറാഴ്ച വഡോദരയിൽ അരങ്ങേറും. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് പരമ്പര നിർണായകം. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ 2020-ൽ പാകിസ്ഥാന് 6 വിക്കറ്റ് ജയം. 129 റൺസ് വിജയലക്ഷ്യം പാകിസ്ഥാൻ 16.4 ഓവറിൽ മറികടന്നു. ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിൽ ഇനി ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങളുടെ നാളുകൾ. നാളെ സെനഗലും മാലിയും തമ്മിലുള്ള മത്സരത്തോടെയാണ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമാകുക. വിരമിക്കൽ പ്രഖ്യാപിച്ച മലയാളി അത്ലറ്റ് ജിൻസൺ ജോൺസൺ 2018 ഏഷ്യൻ ഗെയിംസിൽ സ്വർണവും വെള്ളിയും നേടിയ ജിൻസൺ അർജുന അവാർഡ് ജേതാവ് കൂടിയാണ്. വനിതാ പ്രീമിയർ ലീഗ് 4-ാം സീസണ് നാളെ തുടക്കമാകും. 5 ടീമുകൾ മാറ്റുരയ്ക്കും. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ സംഘടിപ്പിച്ച ഡോക്ടർ വർഗീസ് പുളിക്കൽ മെമ്മോറിയൽ MTH സീസൺ 1 ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ കൊച്ചി VPS ലേക്ക് ഷോർ ജേതാക്കളായി. കോഴിക്കോട് ആസ്റ്റർ മിംസ് ടീമിനെ പരാജയപ്പെടുത്തിയാണ് VPS ലേക്ക് ഷോർ കിരീടം നേടിയത്. കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. പ്രഭാസിന്റെ പുതിയ ചിത്രം ദ രാജാ സാബ് തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനും പ്രത്യേക പെയ്ഡ് പ്രീമിയർ ഷോകൾ നടത്തുന്നതിനും ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ അനുമതി. ചിത്രം നാളെ ലോകമെമ്പാടും റിലീസ് ചെയ്യുന്നതിന് മുന്നോടിയായി ഇന്നു മുതൽ പ്രത്യേക പ്രീമിയർ ഷോകൾ സംഘടിപ്പിക്കും. സ്പെഷ്യൽ ഷോകൾക്ക് ടിക്കറ്റ് നിരക്ക് 1000 രൂപയായി സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി 100 കോടി രൂപയുടെ മൾട്ടി ഫിലിം ഡീൽ ഒപ്പുവെച്ച് നടൻ നിവിൻ പോളി. പനോരമ സ്റ്റുഡിയോസുമാണ് 100 കോടി രൂപ ചെലവിൽ ഒന്നിലധികം മലയാള ചിത്രങ്ങൾ നിർമ്മിക്കാനുള്ള ഡീൽ നിവിൻ പോളി ഒപ്പുവെച്ചത്. പനോരമ സ്റ്റുഡിയോസിനു വേണ്ടി കുമാർ മങ്കഡ് പഥക്, അഭിഷേക് പഥക് എന്നിവരും നിവിൻ പോളിയും ചേർന്നാകും ഈ ചിത്രങ്ങൾ നിർമ്മിക്കുക.
നർമ്മവും ഉദ്വേഗവും കോർത്തിണക്കി ഒരുങ്ങുന്ന മുഴുനീള റോഡ് മൂവി HT5 ചിത്രീകരണം ആരംഭിച്ചു. ശരത് സന്ദിത്താണ് ചിത്രത്തിന്റെ സംവിധാനം. ഡോവിൻസ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ തോമസ് ആന്റണി ഡിക്രൂസ്, കീത്ത് ആന്റണി ഡിക്രൂസ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ബോളിവുഡ് ചിത്രം മസ്തി 4 പകർപ്പവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട നിയമക്കുരുക്കിൽ ചിത്രത്തിലെ പ്രധാന കോമഡി രംഗം തന്റെ വൈറൽ വീഡിയോയിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് ആരോപിച്ച് പ്രശസ്ത കോണ്ടന്റ് ക്രിയേറ്റർ ആശിഷ് ശർമ്മയാണ് ഡൽഹി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. സൈജു കുറുപ്പിന്റെ ഫാമിലി എന്റർടൈനർ ഭരതനാട്യത്തിന്റെ രണ്ടാം ഭാഗം മോഹിനിയാട്ടം ചിത്രീകരണം പൂർത്തിയായി. തോമസ് തിരുവല്ല ഫിലിംസും സൈജു കുറുപ്പ് എന്റർടൈൻമെന്റും ചേർന്ന് അവതരിപ്പിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് ലിനി മറിയം ഡേവിഡും അനുപമ ബി നമ്പ്യാരുമാണ്. മലയാള ചിത്രമായ വിക്ടോറിയയ്ക്ക് ജാഫ്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച നവാഗത ചിത്രത്തിനുള്ള പുരസ്കാരം. KSFDC നിർമ്മിച്ച് ശിവരഞ്ജനി തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിന് ഇതിനോടകം നിരവധി ദേശീയ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ശിവകാർത്തികേയൻ ചിത്രം പരാശക്തിയുടെ കേരള വിതരണാവകാശം ശ്രീഗോകുലം മൂവീസിന്. സുധാ കൊങ്കർ സംവിധാനം ചെയ്യുന്ന പരാശക്തി പീരീഡ് ഡ്രാമയായാണ് ഒരുക്കിയിരിക്കുന്നത്. ചിത്രം ഈ മാസം 10 തിയേറ്ററുകളിലെത്തും. മലയാള ചിത്രം ഭ്രമയുഗം ലോസ് ആഞ്ചലസിലെ പ്രശസ്തമായ ഓസ്കർ അക്കാദമി മ്യൂസിയത്തിൽ ഫെബ്രുവരി 12 പ്രദർശിപ്പിക്കും. ചിത്രത്തിന്റെ സംവിധായകൻ രാഹുൽ സദാശിവനാണ് ഇക്കാര്യം സമൂഹമാധ്യമത്തിലൂടെ ആരാധകരെ അറിയിച്ചത്. ഈ വിഭാഗത്തിലേക്ക് പ്രവേശനം ലഭിച്ച ഏക ഇന്ത്യൻ സിനിമ എന്ന ഖ്യാതിയും ഭ്രമയുഗത്തിന് സ്വന്തം. ഫാക്ട് ചെക്ക്. 2026 രാജ്യത്ത് 500 രൂപയുടെ നോട്ട് നിരോധിക്കാൻ പോകുന്നുവെന്ന വാദത്തോടെ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജം. RBI ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിയിട്ടില്ല. പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും വ്യക്തമാക്കിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് ന്യൂസ്. അമേരിക്കയിൽ നേറ്റോ സഖ്യം ഒന്നുമല്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നേറ്റോയ്ക്കെതിരെ ട്രംപ് അധിക്ഷേപം ചൊരിഞ്ഞത് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ അത് നേറ്റോ സഖ്യത്തിന്റെ അവസാനമായിരിക്കുമെന്ന് ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റ് ഫ്രെഡറിക്സൺ വ്യക്തമാക്കിയതിനു പിന്നാലെ അമേരിക്കയിലെ മിനിയാപോളിസിൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ ഒരു സ്ത്രീയെ വെടിവെച്ചു കൊന്നതിനെ തുടർന്ന് സംഘർഷം. പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടി. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾക്കിടെ ഉദ്യോഗസ്ഥനുമേൽ കാറിടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ സ്വരക്ഷാർത്ഥം ഉദ്യോഗസ്ഥൻ വെടിവെക്കുകയായിരുന്നെന്ന് ആഭ്യന്തര സുരക്ഷാ വകുപ്പ്. അമേരിക്കയുടെ 2027 സൈനിക ബജറ്റ് 50% വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ്. $1 ട്രില്യൺ നിന്നും $1.5 ട്രില്യൺ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കുമെന്ന് സമൂഹമാധ്യമത്തിലൂടെ പ്രഖ്യാപനം. സ്വപ്നതുല്യമായ സൈന്യത്തെ സൃഷ്ടിക്കാൻ തീരുമാനം സഹായിക്കുമെന്നും ട്രംപ്. ബംഗ്ലാദേശുമായി പ്രതിരോധ കരാറിൽ ഏർപ്പെടാനൊരുങ്ങി പാകിസ്ഥാൻ. യുദ്ധവിമാന വിൽപ്പനയിലടക്കം ചർച്ചകൾ നടത്തി. വ്യാപാരം, നിക്ഷേപം, വ്യോമയാനം തുടങ്ങി വിവിധ മേഖലകളിലും ഇരു രാജ്യങ്ങളും കരാറിലേർപ്പെടാൻ സാധ്യത. ഇനി ഇപ്പോൾ കിട്ടിയത്. പത്തനംതിട്ട നാരങ്ങാനത്ത് വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഇടയാറന്മുള സ്വദേശി ശ്രീരജൻ മരിച്ചു. സ്കൂട്ടറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഇടുക്കി ഉടുമ്പൻചോല മണ്ഡലത്തിൽ 3ാം അംഗത്തിനിറങ്ങാൻ CPIM നേതാവ് MM മണി. 2 ടേം വ്യവസ്ഥയിൽ MM മണിക്ക് ഇളവ് ലഭിച്ചേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലുണ്ടായ തിരിച്ചടി മറികടക്കാൻ MM മണി മത്സരിക്കണമെന്നാണ് ആവശ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.